കേരള ബ്ലാസ്റ്റേഴ്സ് ആഫ്റ്റർ 4 മാച്ചസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. 4 മത്സരങ്ങൾ കഴിയുമ്പോൾ ഒരു മത്സരം വിജയിച്ച് ഒരു മത്സരം പരാജയപ്പെട്ട് 2 മത്സരം സമനിലയായി 5 പോയിന്റോടെ നിലവിൽ പോയിന്റ് ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്താണുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഇനി ചിലപ്പം ചില മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. കാരണം ചില ടീമുകളുടെ മാച്ചസ് ഒക്കെ ഈ ആഴ്ച തന്നെ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും നമ്മൾ 6 ഗോളുകൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ കൺസീഡ് ചെയ്യുകയും ചെയ്തു. ഗോൾ സ്കോറേഴ്സ് ആയിട്ട് വരുന്നത് നോവ 3 ഗോൾ അടിച്ചു, ഹെസൂസ് 2 ഗോൾ അടിച്ചു, പെപ്പർ 1 ഗോൾ അടിച്ചു. സ്റ്റിൽ നമുക്ക് 4 മാച്ചസ് കഴിയുമ്പം കഴിഞ്ഞ സീസണിൽ നമുക്കൊരു പ്രശ്നമായിരുന്നു ഇന്ത്യൻ സ്കോറേഴ്സ് വരാത്തത്. ആ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ആണെങ്കിലും ഡാനിഷനാണെങ്കിലും എയ്മൻ ആണെങ്കിലും ഒക്കെ ആ ഒരു സ്കോറിങ്ങിലേക്ക് ഇപ്പോഴും വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. എന്നാലിപ്പം എയ്മൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം അറിയാമല്ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് മിക്ക മാച്ചസിലും. എന്നിട്ട് കൂടി അദ്ദേഹത്തിന് 2 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു. ടീമിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഇപ്പം സോഫാർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഐമൻ. പക്ഷേ രാഹുലിനും ഡാനിഷിനും ഒന്നും ഇപ്പോഴും സ്കോറിങ്ങിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ നമുക്ക് സോഫാർ 4 മത്സരങ്ങൾ കഴിയുന്ന സമയത്ത് ക്ലീൻ ഷീറ്റുകൾ ഇതുവരെ ഒന്നും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഡിഫൻസ് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസൻ്റായിട്ട് തന്നെയാണ് ഈ ഒരു 4 മത്സരങ്ങൾ നോക്കിയാലും കളിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ മിഡ്ഫീൽഡ് നോക്കുമ്പോഴത്തേക്കും ചില പ്രശ്നങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. നമുക്കിനി ഈ സീസണിൽ നമ്മൾ 6 ഗോളുകൾ വഴങ്ങിയെന്ന് പറഞ്ഞല്ലോ, ഈ 6 ഗോളുകളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് വന്ന വഴി ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തേത് നമുക്കറിയാം ഒരു പെനാൽറ്റി ഗോളാണ് ലൂക്കാ മാച്ചൻ അടിച്ചത്. ആ ഒരു പെനാൽറ്റി വരുന്നത് ലിയോൺ അഗസ്റ്റിൻ്റെ ഒരു റൺ, അത് സഹീഫ് പെനാൽറ്റി ബോക്സിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്ന ഒരു ഇൻസിഡൻറ്റ് വഴിയാണ് അവർക്ക് ആ പെനാൽറ്റി ലഭിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ഗോള് എന്ന് പറയുന്നത് പഞ്ചാബ് എഫ് സി തന്നെ ആ ഒരു മത്സരത്തിൽ നേടിയിട്ടുള്ള ഒരു ഗോളാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു ഗോൾ വരുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ അന്ന് തന്നെ സംസാരിച്ചാണ്. അതിൽ മിലോസിൻ്റെ ഒരു അവയർനെസ് ഇഷ്യൂ ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഒരു മാൻ മാർക്കിംഗ് പ്രീതം ചെയ്തതാണ് ലൂക്കാ മാച്ചിനെ. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിലും ബോൾ കൃത്യമായിട്ട് പാസ് ചെയ്യാനായിട്ട് ലൂക്കാ മാച്ചിന് സാധിച്ചിരുന്നു. പിന്നെ ചെറിയൊരു പൊസിഷനിങ് സംഭവങ്ങളും ഗോൾ കീപ്പറുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇനി ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിലാണ് നമ്മൾ സീസണിലെ 3ാമത്തെ ഗോൾ നേടുന്നത്. അതിൽ സന്ദീപിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കൽ ബാറ്റിലാണ്. അത് സന്ദീപിൻ്റെ നന്ദ നേടിയെടുക്കുന്നു, നന്ദ ദിമിക്ക് കൊടുക്കുന്നു, ദിമി വിഷ്ണുവിന് കൊടുക്കുന്നു. അങ്ങനെയാണ് ആ ഒരു ഗോള് വരുന്നത് എന്നുള്ളതാണ്. ഇനി 4ാമത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലാദീൻ അജറായി നേടിയിട്ടുള്ള ആ ഒരു ഗോളാണ്. നമുക്കറിയാം ഫ്രീ കിക്ക് ഗോൾ. അത് സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. അദ്ദേഹത്തിൻ്റെ സ്ലിപ്പായി പോയി എന്നുള്ളതാണ്. ഇനി 5ാമത്തെ ഗോൾ ഒഡീഷ എഫ് സിക്കെതിരെ അല്ലെങ്കിൽ സെറ്റ് പീസ് സിറ്റുവേഷനിൽ സച്ചിൻ്റെ കയ്യിൽ കൃത്യമായിട്ട് അത് കൈപ്പിടിയിലാക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കൈകളിൽ തട്ടി, അത് കൊയ്ഫിൻ്റെ ശരീരത്തിൽ തട്ടി, അതൊരു ഓൺ ഗോളായിട്ട് മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുപോലെ 6ാമത്തെ ഗോൾ ഒഡീഷ എഫ് സി നേടുന്നത് അതൊരു ടീം പ്ലേയിൽ നിന്ന് നേടിയിട്ടുള്ള ഒരു ഗോളാണ്. അത് മൗറീഷ്യോ ആദ്യം വിൻ ചെയ്തിട്ട് ജെറിക്ക് റൈറ്റ് ഫ്ലാങ്കിലൂടെ ഒരു ബോൾ വെച്ച് കൊടുത്തിട്ട് ഒരു ഇത്തരത്തെ ബോൾ റൺ മൗറീഷ്യോ ബോക്സിനുള്ളിലേക്ക് ഇരച്ച് കയറുന്നു. നമുക്കറിയാം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പ്ലെയർ തന്നെയാണ് മൗറീഷ്യോ. എന്നിട്ട് കൃത്യമായിട്ടൊരു കട്ട് ബാക്ക് ജെറിക്ക് കൊടുക്കാനും സാധിക്കുന്നു. അത് 2 പ്ലെയേഴ്സിൻ്റെ കാലുകൾക്കിടയിലൂടെയാണ്, അതായത് നമ്മുടെ ഡിഫൻഡറുടെയും പ്രീതത്തിൻ്റെയും ഗോൾ കീപ്പറായിട്ടുള്ള സച്ചിൻ സുരേഷിൻ്റെയും കാലുകൾക്കിടയിലൂടെയാണ് ആ ഒരു ഗോള് കയറുന്നത്. സോ അത് തീർത്തും അൺലക്കിയാണ്. കാരണം അത് കൂടുതൽ സാഹചര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യപ്പെടേണ്ട ഒരു ബോളാണ്. പക്ഷേ 2 താരങ്ങളെ നട്ട്മഗ് ചെയ്തുകൊണ്ട് ആ ഒരു ഗോൾ അടിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അൺലക്കി തന്നെയാണ്. ഇനി നമ്മൾ നേടിയിട്ടുള്ള ഒരു ഗോൾസിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യത്തെ ഗോൾ പഞ്ചാബിനെതിരെ നേടിയിട്ടുള്ള പ്രീതത്തിൻ്റെ ഒരു ഉഗ്രൻ ക്രോസ് ആയിരുന്നു. അത് ഒന്നാം തരമായിട്ട് ഹെസൂസിന് ഒരു ഹെഡർ ഫിനിഷ് നടത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 2ാമത്തെ ഗോൾ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്നിട്ടുള്ള മത്സരത്തിൽ നമുക്കറിയാം നോവയുടെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ നിന്ന് വന്നിട്ടുള്ള ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ റൺ ചെയ്ത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് തന്നെ അടിച്ചിട്ടുള്ളൊരു സൂപ്പർബായിട്ടുള്ളൊരു ഫിനിഷിംഗ് ഗോളായിരുന്നു. ഇനി 3ാമത്തെ ഗോൾ ഈസ്റ്റ് ബംഗാളിനെതിരെ തന്നെ അതിൽ പറഞ്ഞൊരു ടീം എഫേർട്ട് ഉണ്ട്. കാരണം അവരുടെ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട് ഈസ്റ്റ് ബംഗാളിലാണ്. അവർക്ക് കൃത്യമായിട്ട് കൈപ്പിടിയിൽ എത്താൻ സാധിച്ചില്ല. അപ്പം ആ ഒരു പാസിങ് ചെയ്തതിൻ്റെ ഇടയിൽ ആദ്യം രാഹുലിൻ്റെ ഒരു ഇൻട്രപ്ഷൻ വരുന്നുണ്ട്. അതിനുശേഷം അവരുടെ പ്ലെയറിലേക്ക് കിട്ടുമ്പോഴത്തേക്കും ഐമൻ വന്ന് അത് എന്താ പറയുക ടാക്കിൾ ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് പെപ്രയ്ക്ക് കയ്യിലേക്ക് കിട്ടുന്നു. പെപ്ര അത് ഒന്നാം തരമായിട്ട് ഫിനിഷ് ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് ആ 2ാമത്തെ ഗോൾ ആ ഒരു വിന്നിങ് ഗോൾ തന്നെയായി അത് മാറുകയും ചെയ്യുന്നത്. 4ാമത്തെ ഗോൾ നമ്മൾ നേടിയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ അതൊരു ബിൽഡപ്പിൽ നിന്ന് വന്ന ഒരു ഗോളാണ് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാലോ മിലോസിൽ നിന്ന് വിനി ലെഫ്റ്റിലേക്ക് പോയി, പിന്നെ
അത് എയ്മാനിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കിട്ടുന്നു. എയ്മാൻ്റെ ഒരു ബ്രില്യൻ പാസ്സാണ് വരുന്നത്. പിന്നെ നോവയുടെ ഒരു സൂപ്പർ ഫിനിഷാണ്, അതൊരു ലോങ് റേഞ്ചർ ഗോൾ കൂടിയാണ്, ബോക്സിന് പുറത്ത് നിന്ന് അതും അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫൂട്ട് കൊണ്ട് അടിച്ചിട്ടുള്ളൊരു ഗോളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ 5ാമത്തെ 6ാമത്തെ ഗോള് ഒഡീഷ എഫ്സിക്കെതിരെയാണ് നേടിയത്. 5ാമത്തെ ഗോളിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു കൗണ്ടർ സിറ്റുവേഷനിൽ നിന്ന് വന്ന ഗോളാണ്. അതായത് ബോമസിൻ്റെ ഒരു റണ്ണുണ്ട്, അവിടെ സന്ദീപ് ടാക്കിൾ ചെയ്ത് ബോൾ എടുക്കുന്നു, പക്ഷേ അത് വിൻ ചെയ്യുന്നത് പ്രീതമാണ്. പ്രീതം അത് രാഹുലിലേക്ക് കൊടുത്തിട്ട് പ്രീതത്തിൻ്റെ അവിടെ റൺ നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രീതത്തിലേക്ക് തന്നെ രാഹുൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ടുള്ള കണക്ഷൻ കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഫ്ലിക്ക് പോലെ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഹെസൂസിന് ആ പന്ത് കിട്ടുന്നതും ആ സമയത്ത് നോവയുടെ ഒരു ബ്രില്യൻ റൺ ലെഫ്റ്റിലൂടെ വരുന്നതും നോവ എന്താ പറയുക ഒരു കേർവിങ് ഗോൾ അടിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 6ാമത്തെ ഗോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഒരു ഡയറക്റ്റ് ഫുട്ബോളാണ്. അതായത് മിലോസ് ഡയറക്റ്റായിട്ട് ലെഫ്റ്റിലേക്ക് നോവക്ക് കൊടുക്കുന്നു. നോവ റൺ ആൻഡ് പാസ് ടു ഹെസൂസിൻ്റെ ഒരു ഒന്നാന്തരമായിട്ടുള്ളൊരു ക്ലിനിക്കലായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഈ 6 ഗോൾസും 6 വ്യത്യസ്ത തരത്തിലുള്ള ഗോൾസ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. കൗണ്ടറുണ്ട്, ക്രോസിങ്ങിൽ നിന്ന് വന്നിട്ടുള്ള ഗോളുണ്ട്, ബിൽഡപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഫുട്ബോൾ കളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു വേരിയേഷൻസ് വരുന്നത് ഒരു നല്ല സൂചനയായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഒരു സെറ്റ് പീസ് കോച്ച് ഇത്തവണ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് പീസിൽ ചില പരീക്ഷണങ്ങൾ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ അത് അങ്ങനെ കാര്യമായിട്ട് കാണാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ഗോളും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് പീസ് ഡിഫെൻഡിങ്ങിലും ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും റെക്ടിഫൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 4 മാച്ചസ് കഴിയുമ്പം 4 മാച്ചസിൽ ഉടനീളം ഒരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിട്ട് തോന്നിയത് തീർച്ചയായിട്ടും ഒന്നാമത്തെ താരം നോവ സദോയി തന്നെയാണ്. അതുപോലെ തന്നെ പ്രീതം കോട്ടാൽ ഡിഫെൻസീവ്ലി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള പ്ലെയറാണ്. അതുപോലെ വിപിൻ മോഹനും നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ ഒരു സ്പെഷ്യൽ മെൻഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ നമുക്ക് എയ്മൻ്റെ ഒരു കാര്യം പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഈ ഒരു മാച്ചസിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി പ്ലേയേഴ്സ് ഒന്നും മോശമായിട്ട് കളിച്ചു എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, 4 മാച്ചിലും ഒരേപോലെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിൽ നമുക്ക് പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. 4 പോയിന്റ്സ് കൃത്യമായിട്ട് നമുക്ക് ഡ്രോപ്പായി പോയി എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ക്ലിയർ കട്ട് ചാൻസസ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ഇതൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അതർവൈസ് തീർച്ചയായിട്ടും മിഗായൽ സ്റ്റാറെ എന്ന് പറയുന്ന ഒരു പരിശീലകൻ അദ്ദേഹം ഈ ഒരു ടീമിലിടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഹോപ്പ് നൽകുന്നത് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്, അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സ്, അതുപോലെ അദ്ദേഹം ഉള്ള സ്കോഡ് വെച്ചിട്ട് അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്ന് കാണിക്കുന്ന രീതികൾ, അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് ടീമിനോട് ഒരു ഫൈറ്റ് ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റി കാട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ കഴിഞ്ഞ 2 മത്സരങ്ങളും കളിച്ചത് എവേ മാച്ചസ് ആണ് എന്നുള്ളതാണ്. അപ്പം 2 തുടർച്ചയായിട്ടുള്ള എവേ മാച്ചസിൽ നല്ല പെർഫോമൻസ് നടത്തുന്നത് ഒരുപക്ഷെ നമ്മൾ അധികം കാണാത്തതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ. അപ്പം അത് കണ്ടു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൽ നമുക്ക് കോച്ചിനെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ നമുക്ക് മുന്നിലുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഏരിയയിലുള്ള ഒരു പ്രശ്നം. ഇപ്പം നമുക്കറിയാം കൊയ്ഫാണ് ആ റോൾ കളിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഒരു പ്രിഫറൻസ് ആയിട്ട് വെച്ചിരുന്ന പ്ലെയർ ഫ്രെഡിയാണ്. സോ നമുക്കിപ്പം ലൂണ കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കൊയ്ഫ് എന്ന് പറയുന്ന CB ആ ഒരു DM റോളിലേക്ക് വന്ന് കളിക്കുന്നത്. പക്ഷേ നമുക്ക് ലൂണ നമുക്ക് ആ ഒരു അറ്റാക്കിങ്ങിൽ യൂസ് ചെയ്യേണ്ട, കാരണം നമ്മുടെ ക്യാപ്റ്റൻ കൂടിയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഫ്രെഡി തിരിച്ചെത്താത്തൊരു പ്രശ്നം ഉറപ്പായിട്ടുണ്ട്. നമ്മൾ സീസണിന് മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ, നമുക്കൊരു DM വേണം, റൈറ്റ് വിങ്ങർ വേണം, റൈറ്റ് ബാക്ക് വേണം എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇപ്പോൾ പേഴ്സണലി തോന്നുന്നത്, ഇപ്പോൾ കോച്ച് ഇപ്പോൾ റൈറ്റ് ബാക്കിൽ അദ്ദേഹം ചോയ്സസ് ഒക്കെ വെച്ച് കുറച്ചൊക്കെ മാനേജ് ചെയ്യുന്നു. ഇപ്പോൾ ഐബാൻ്റെ ഒരു ഇഞ്ചറി വന്നിട്ട് ഇപ്പോൾ ഹോമിയോപാമിനെയൊക്കെ അവിടെ വെച്ച് അത്യാവശ്യം ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ റൈറ്റ് വിങ്ങിൽ ഇപ്പം രാഹുൽ ഔട്ട്പുട്ട് ഇടുന്നില്ല എന്നുള്ള കാര്യം വരുന്നില്ല എന്നുള്ളത് സത്യമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞ പോലെ നോവയും ഐമാനെയൊക്കെ സ്വിച്ച് ചെയ്ത് നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്കിലും കളിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡിലാണ് ഒരു പ്രശ്നം വരുന്നത്. കാരണം നമുക്ക് ലൂണ വരുമ്പോഴത്തേക്കും എങ്ങനെ ആ ഒരു പൊസിഷൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പം കൊയ്ഫ് കളിക്കുകയാണെങ്കിൽ പറഞ്ഞ പോലെ ഡാനിഷിനെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച് കളിക്കേണ്ട ഒരു സാഹചര്യം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ഇത് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് നമ്മൾ DM പൊസിഷനെങ്കിലും നമുക്ക് ഒരു പ്ലെയറെ എത്തിക്കാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞല്ലോ, നിഖിൽ പ്രഭു ആയിരുന്നു അന്ന് ഏറ്റവും ഇതായിട്ട് കേട്ടിരുന്നത്. ആ ഒരു പ്ലെയറേക്ക് എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു തലവേദനകളൊക്കെ തന്നെ ഒഴിവാക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. നമുക്ക് വലിയൊരു ഹോപ്പ് നൽകുന്നൊരു ഫാക്ടറായിട്ടൊക്കെ അത് മാറിയേനെ എന്നുള്ളതാണ്. സോ ഇത് തീർച്ചയായിട്ടും ഒരു തലവേദന തന്നെയാണ്. കാരണം ഡിഫൻസീവ് മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ പൊസിഷൻ തന്നെയാണ്. എങ്ങനെ നമ്മൾ ലൂണെ ബെഞ്ചിലെത്തും, ഇങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് അവിടെ നിലനിൽക്കുന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അതൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും ഒരു പക്ഷേ. കാരണം ഹെസൂസ് എന്ന് പറയുന്നൊരു താരം അദ്ദേഹം ഒരു
പ്രോപ്പർ നമ്പർ 9 അല്ല. അദ്ദേഹം കുറച്ചും കൂടി ഒരു വിഡ്രോ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ. അപ്പം നമുക്ക് ദിമിഡയാസ് ആ ഒരു ടൈപ്പ് ഒഗ്ബച്ച ടൈപ്പ് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല. അദ്ദേഹം കുറച്ചും കൂടി വിഡ്രോ ചെയ്ത് അദ്ദേഹം കൂടുതൽ ഒരു ഫാൾസ് 9 പോലെ രീതിയിൽ കളിക്കുന്നതായിട്ടാണ്. അപ്പം അദ്ദേഹം ആ ഒരു തരത്തിൽ എങ്ങനെ സ്റ്റെപ്പ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതൊരു ഇതാണ്. സോ അത് തീർച്ചയായിട്ടും ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വളരെ വൈകിയ വേളയിലും ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ 4 മത്സരങ്ങളിൽ നിന്ന് 2 ഗോളും 1 അസിസ്റ്റും അടക്കം 3 ഗോൾ കോൺട്രിബ്യൂഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെ. സോ ഈ പറഞ്ഞ പോലെ ഈ ചലഞ്ചസ് ഒക്കെ മറികടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് നോട്ടിലേക്കൊക്കെ വരാൻ പറ്റും. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ആ ഒരു എങ്ങനെയായിരിക്കും ആ സമീപനം, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു. സോ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സനിയ.